ഈ ഒരു രീതിക്ക് അതെ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനേ നമുക്ക് ഇത്രയും കാലം വേണ്ടി വന്ന്. ഇല്ല അല്ല പക്ഷേ എന്നാൽ ഇത്രയും അല്ല, ഇങ്ങനെ വരില്ല. ഇത് മാനുവലായിട്ട് ചെയ്തേക്കുന്നതാണ്. പക്ഷേ പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഇടുക്കി മറയൂർ ഭാഗത്തുള്ള മുനിയറകളാണ്. കാണാൻ ഭയങ്കര കൗതുകമുള്ള കാഴ്ചകളാണ്. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ മറയൂർ ചന്ദന ഡിവിഷൻ്റെ കീഴിലുള്ള ആനക്കോട്ടപ്പാറ പാർക്കിലാണ് ഈ മുനിയറകൾ കാണുന്നത്. നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ശിലായുഗ കാലത്തിൽ ആണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്നാണ് കരുതുന്നത്. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ഇവ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണം എന്ന് വെച്ചാൽ അതിൻ്റെ നിർമ്മിതി 3 വലിയ കല്ലുകൾ, മൂന്ന് വലിയ പാറക്കല്ലുകൾ കുത്തനെ ഉറപ്പിച്ചിട്ട് അതിന് മുകളിൽ ഒരു പരന്ന കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചിട്ട് ആണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. മുനിയറകളുടെ മുൻവശത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിന് കിളിവാതിൽ പോലെ ഒരു ഡിസൈൻ ഉണ്ട്. അർദ്ധവൃത്താകൃതിയിൽ ഒരു ഭാഗം നന്നായിട്ട് നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതിലൊരു മഞ്ഞ കളർ സാധനം ഇരിപ്പുണ്ട്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനെന്നാണ്ട ഞാനിപ്പം ഷൂട്ട് ചെയ്യേണ്ട അതിൻ്റെ സൈഡിൽ പറഞ്ഞുതരാം. പാറയിൽ കളർ ഈ മഞ്ഞ കളർ മാത്രം. കാരണം ഇത് എളുപ്പമൊന്നും പിടിക്കില്ല. ഇത് ചിതറാൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ അറിവാണ്. ഈ മുറുക്കി ചോപ്പിച്ച് തുപ്പിയ പോലെ ഒരു സാധനമില്ലേ അത്. ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് BC 3000-നും BC 14,000-നും ഇടയിൽ നിർമ്മിച്ചതെന്നാണ് കരുതുന്നത്. തമിഴ്നാട്ടിലെ പഴനി മലകളിൽ കാണപ്പെടുന്ന മുനിയറകളോട് നല്ല സാദൃശ്യമുണ്ട് ഇവിടുത്തെ മുനിയറകൾ. ശിലായുഗ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ ആയിരിക്കാം ഈ മുനിയറകളുടെ നിർമ്മാണത്തിന് പിന്നിൽ എന്ന് ആദിവാസി ജനങ്ങൾക്കിടയിൽ ഒരു കഥയുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മുനിയറകൾ പണ്ട് വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടുന്നതിനായി നമ്മുടെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായിട്ട് അവർ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചതായിട്ടും പറയപ്പെടുന്നു. വേറൊരു പറച്ചിലുള്ളത് മുനിമാർ തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി നിർമ്മിച്ചവയാണെന്നാണ്. ആ വാക്കിലൊരു മുനിയറ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. അകത്താഴമുണ്ട്. പക്ഷേ അത് ഇരുണ്ട കിടക്കണോണ്ടേ നമുക്ക് അറിയാനും പറ്റൂല അതിനകത്ത് എന്താണെന്നേ. പകലായിരുന്നെങ്കിലേ നല്ല ഇതുണ്ട്. ഇടുക്കിയിലെ ഇരച്ചൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇരച്ചിൽപ്പാറ പറഞ്ഞ് നമ്മൾ ഇറച്ചിപ്പാറ ആക്കിയിട്ടുണ്ട്. ഇരച്ചിൽപ്പാറയുടെ മുഖത്തേക്ക് പോവുകയാണ്. ചെറിയൊരു ഇടവഴിയിലൂടെ നനഞ്ഞ പാറകൾക്കിടയിലൂടെ കിഷർ പോലെയുള്ള ജലപ്രവാഹത്തിൻ്റെ നനവേറ്റു വാങ്ങാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സൽമാഷ് എത്തിക്കഴിഞ്ഞു. സൽമാഷിനെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഖി ടീച്ചർ ഇതാ അതിസാഹസികമായി ആ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജയദാസേട്ടൻ ഇതാ മല കയറുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണാതിരുന്ന നമ്മുടെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇടുക്കിയിലെ മൂന്നാറിനടുത്ത് നമ്മുടെ മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കിടിലൻ വെള്ളച്ചാട്ടമാണ് ഇരച്ചിൽ പാറ. ഇരച്ചൽ പാറ എന്നും കേട്ടിട്ടുണ്ട്. ഇരച്ചു വരുന്ന വെള്ളച്ചാട്ടം എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇരച്ചൽ പാറ വെള്ളച്ചാട്ടം കാണുന്നത്. ഏകദേശം ഒരു 300 അടിയിലധികം ഉയരത്തിൽ നിന്നും താഴേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത പോലെ ഈ വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അതിന് ഭയങ്കര കൗതുകമുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ. നിങ്ങളെപ്പോഴെങ്കിലും വരണം, വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം, നേരിട്ട് അറിയണം.